ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ RRB NTPCയുടെ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുന്നു. ഈ നോട്ടിഫിക്കേഷനിൽ ഏറ്റവും നമ്മളെല്ലാവരും കാത്തിരുന്ന വലിയ രണ്ട് ബൃഹത് നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന രണ്ട് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒന്ന് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനും ഒന്ന് ഡിഗ്രി ഇല്ലാത്തവർക്ക് ഉള്ള നോട്ടിഫിക്കേഷനും. അപ്പം മക്കളെ, നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടേ എങ്കിൽ അപ്ലൈ ചെയ്യണം. NTPC നോട്ടിഫിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത്, റെയിൽവേ ആണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഡിഗ്രി ഇല്ലാത്തവർ അപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് അറിയാമോ? അതിൻ്റെ ഡേറ്റ് ഒന്ന് നോക്കിക്കോളൂ. 4/10/2025 ആണ് അതിൻ്റെ ഡേറ്റ് ഓഫ് ഇൻഡിക്കേറ്റീവ് നോട്ടീസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, 28/10 28/10 ക്ലോസ് ചെയ്യുന്നത് 27/11 ഈ മാസം 27-ാം തീയതി വരെ ഇതിന് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിന് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് മറന്നു പോകണ്ട, പൈസയൊക്കെ അടയ്ക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് നോക്കുക. എന്തൊക്കെയുണ്ട്? കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്. അടുത്തത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്. ട്രെയിൻസ് ക്ലർക്ക് ഉണ്ട്. ഇങ്ങനെ 4 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 2424, 394, 163, 77 അങ്ങനെ 3058 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ വേക്കൻസി ഒന്നും ചില്ലറ കാര്യമല്ല, അല്ലേ? ചില്ലറ കാര്യമല്ല ഇതൊന്നും. ആ വേക്കൻസികൾ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും. കേരള PSCയിൽ നമുക്കറിയാം 80,000 70,000 വേക്കൻസികളായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക. പക്ഷേ റെയിൽവേ എക്സാമും കൂടെ നമ്മൾ ട്രൈ ചെയ്യുമ്പം നമുക്ക് ആ ഒരു, ഇപ്പം നമുക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, കമ്പനി ബോർഡ്, LGS തുടങ്ങിയ എക്സാംസ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ റെയിൽവേ ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് നിങ്ങൾക്ക് കിട്ടാൻ. റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. റെയിൽവേയുടെ ഒരു എന്താ അറിയേണ്ടത്, ആ ഒരു ചെറിയ സാധനം അറിയണം. നമുക്ക് പഠിക്കേണ്ടത് എന്താണ് എന്ന് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം നോക്കിക്കോളൂ, റെയിൽവേ എക്സാംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-നും 30-നും ഇടയ്ക്കാണ്. 96-നാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. അടുത്തത് OBCക്ക് ആണെങ്കിൽ 93-ൽ ജനിച്ചവരായിരിക്കണം. SC ST ആണെങ്കിൽ വീണ്ടും കാറ്റഗറി റിസർവേഷൻ ഉണ്ട്. നിങ്ങൾ 91-നുള്ളിൽ ജനിച്ചവരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ +2 മാത്രം മതി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക, എന്നിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ പഠിക്കുമ്പോൾ ചോദിക്കും എന്താ പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സാം എത്രയാണ്? 90 മിനിറ്റ് കൊണ്ട് ഒരു ഓൺലൈൻ എക്സാമാണ് നടക്കുന്നത്. ആദ്യത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ എക്സാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തു നോക്കേണ്ടത് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ആണ്. CC നിങ്ങൾക്ക് മുന്നിലേക്ക് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓരോരുത്തരും ഓൺലൈൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അത് നമ്മുടെ CC ആപ്പിലൂടെ തന്നെ അവൈലബിൾ ആണ്. ഇന്ന് തന്നെ നിങ്ങൾക്ക് CC ആപ്പ് RRBക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ജനറൽ അവയർനെസ്സിന് 40 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. 40 മാർക്ക്, 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടായിരിക്കും. ദെൻ അടുത്തത് എന്താണ്? മാത്സ് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. റീസണിങ്ങും 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെ ടോട്ടല് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അവിടെ നെഗറ്റീവും ഉണ്ടാകും. ഓൺലൈനാണ് എക്സാം ഉള്ളത്. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് 90 മിനിറ്റ് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. മാത്സിനും ജനറൽ റീസണിങ്ങിനും ഒക്കെ എന്തായിരിക്കും പോർഷൻസ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോർഷൻസ് ജനറൽ അവയർനെസ്സിനും ഉണ്ടാകും. ഞാൻ ഇന്ന് ആദ്യം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഹൗ ടു പ്രിപ്പയർ. എന്താണ് നമ്മുടെ ഡിഗ്രി ലെവലിലുള്ളവരായാലും അതോടൊപ്പം തന്നെ NTPC ഡിഗ്രി ഇല്ലാത്ത എക്സാംസിനായാലും RRBക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നോക്കിക്കോളൂ, റീസണിങ് പോർഷൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ റീസണിങ് പോർഷനിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കണ്ടോ, കഴിഞ്ഞ തവണകളിൽ നടന്ന പരീക്ഷകളുടെ കൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ 398ഓളം ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഏരിയ
കറക്റ്റായിട്ടും തന്നെ പഠിക്കുക, അല്ലേ? ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ വലിയ സമയമൊന്നും വേണ്ടാത്ത ഒരു പോർഷനാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഏരിയ. ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചോ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഏരിയാസിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വേർഡ്സിനെ ബേസ് ചെയ്ത് ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. മനസ്സിലായോ? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ വേർഡ്സ് ഉണ്ടാകും. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എന്തായിരിക്കും? സിമ്പിൾസ് ഓഫ് ലെറ്റേഴ്സ്. സിമ്പിൾസ് ആൻഡ് ലെറ്റേഴ്സ് ഇംഗ്ലീഷ് ആൽഫബറ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സിമ്പിൾസ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, പിന്നെന്തുണ്ടായിരിക്കും? ആൽഫബറ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെന്തായിരിക്കും? ലെറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും? ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കും. പിന്നെന്തായിരിക്കും? ഫിഗേഴ്സിനെ ബേസ് ചെയ്ത് ക്ലാസിഫിക്കേഷൻ ചെയ്യും. ഫിഗേഴ്സിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടാകും. പിന്നെ എന്താ ഉണ്ടായിരിക്കും? ഗ്രൂപ്പ് ഓഫ് ഫിഗേഴ്സ് കൊടുക്കും. ഒറ്റ ഫിഗർ ആയിട്ടും കൊടുക്കും, ഗ്രൂപ്പ് ഓഫ് ഫിഗേഴ്സ് ആയിട്ടും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് കൊടുക്കും? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കേണ്ട ഒരു പോർഷനാണ് എന്തെന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലെവൽ 1 തന്നെ പഠിച്ചെടുക്കേണ്ട പോർഷനാണ്. അപ്പോൾ അത് കുറച്ച് എളുപ്പമുള്ള പോർഷനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പമുള്ള പോർഷൻ തന്നെയാണ്. പക്ഷെ ചെയ്യേണ്ടത് ഇതിനൊരു പ്രാക്ടീസ് ആണ് വേണ്ടത്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ക്വസ്റ്റ്യൻസിന് നമുക്ക് സൊല്യൂഷനും ഒക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരണമെങ്കിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അതാണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ക്ലാസിഫിക്കേഷൻ. അടുത്ത് നോക്കിക്കേ, നമുക്ക് എളുപ്പമുള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഡിങ് ആൻഡ് ഡീകോഡിങ്, അടുത്തത് ക്ലാസിഫിക്കേഷന്, സീരീസ്, അടുത്തത് മിസ്സിംഗ് പാറ്റേൺസ്, ഇവയൊക്കെ ഈ ആദ്യത്തെ ആ ഒരു 4 പോർഷൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു നോക്കിയാൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇവയൊക്കെ കാണും. നമ്മുടെ കയ്യിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഇവയിൽ ലെവൽ 1 ലെവൽ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അപ്പം നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യണം? RRB ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യണം. അതോടൊപ്പം തന്നെ RRBക്ക് പലവിധ എക്സാംസ് ഉണ്ട്. ഗ്രൂപ്പ് ഡി ഉണ്ട്, NTPC ഉണ്ട്, ALP ഉണ്ട്, JEE ഉണ്ട്. ഈ പാറ്റേണിലും എല്ലാം തന്നെ എന്ത് കാണും? SSCക്ക് ആണെങ്കിലും ഇതെല്ലാത്തിലും ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ കാണും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇത് ഷിഫ്റ്റായിട്ടായിരിക്കും പരീക്ഷ നടത്തുന്നത്. ഒരേ ഷിഫ്റ്റിൽ തന്നെയും ലെവൽ ചിലപ്പം കുറച്ച് വലുതും കുറച്ച് ചെറുതുമായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഇത്തിരി ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ 4 ഏരിയയിൽ മാർക്ക് കിട്ടാൻ ഏറ്റവും നല്ലത് ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. വെറും ഒരു ലോജിക്കും അവിടെ വർക്ക് ചെയ്യത്തില്ല. ലോജിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസിനെ കാണണം. അങ്ങനെ നിങ്ങൾക്കൊരു 2 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കാര്യം മനസ്സിലാകും. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഇപ്പം പ്രിപ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ പ്രയാസകരമായിട്ടുള്ള കുറച്ച് പോർഷൻസ് ഞാൻ പറയാം. വെൻ ഡയഗ്രാം, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ. നോക്കിക്കേ, വെൻ ഡയഗ്രാമത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 112ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് നോക്കിക്കേ, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. പസിൽ ടെസ്റ്റ് ഉണ്ട്. സിലോജിസം, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച അടുത്തൊരു ഏരിയ ആണ് സിലോജിസം. മനസ്സിലായോ? അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ. അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറച്ച് ഏരിയാസ് പറയാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ, സിലോജിസം, അടുത്തത് വെൻ ഡയഗ്രാം, പസിൽ ടെസ്റ്റ് എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്താണ് കൂടുതൽ കേരള PSC പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരൊന്നും കൂടുതൽ കണ്ടിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് അല്ല. ഈ ഏരിയസ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ക്വസ്റ്റ്യൻസ് ഉള്ള ഈ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമാണ് RRBക്ക് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സിലോജിസം ഒന്നും ക്വസ്റ്റ്യൻസ് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. 30 ക്വസ്റ്റ്യൻസിൽ നിന്ന് എന്തായാലും നമുക്ക് ആ ഏരിയസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ ഡെഫിനറ്റ്ലി പഠിച്ചെടുക്കുക. ഇനി നോക്കിക്കേ, നമുക്ക് എളുപ്പമുള്ള മറ്റൊരു ഏരിയാസാണ് ആദ്യം കേട്ടിട്ടുള്ളത്. ഡയറക്ഷൻ, ബ്ലഡ്, അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ തുടങ്ങിയവ നമുക്ക് എളുപ്പമുള്ളതാണ്. പക്ഷേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും. ഇൻബൗണ്ട്, ഔട്ട് ബൗണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ലൈനിൽ ഇരുന്നിട്ട് എത്രാമത്തെ പൊസിഷനിലാണ്, അതൊക്കെ കുറച്ച് തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡെയിലി പ്രാക്ടീസ് വേണം. പ്രയാസമുള്ള ഒരു രീതിയിൽ വരുന്നതാണ് ലൈൻസ് ആൻഡ് ഫിഗേഴ്സ് കൗണ്ടിങ്ങും. നോക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ അതിൻ്റെ ഒരു ടെക്നിക്കൊക്കെ മനസ്സിലാക്കി ചില ഫിഗേഴ്സിന് ചിലപ്പം ചില ഇക്വേഷനൊക്കെ കൊടുത്ത് ചിലത് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്താലായിരിക്കും ഈ ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ വാട്ടർ ഇമേജും ലൈൻസ് ആൻഡ് ഫിഗേഴ്സും വലിയ പ്രയാസമായിട്ടുണ്ടാവത്തില്ല. ഇതെല്ലാം നമ്മുടെ പരീക്ഷയ്ക്ക്
ഉള്ള പോർഷനാണെന്ന് മനസ്സിലാക്കുക. ഇതിൽ കേരള PSCയുമായി ബന്ധപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ അനലോഗി, കോഡിങ് ആൻഡ് ഡീകോഡിങ്, അങ്ങനെ വളരെ ചെറിയ പോർഷൻസ് മാത്രമാണ് കേരള PSCയിൽ ഈ പോർഷൻസ് ഉള്ളത്. പക്ഷേ അല്ലാത്ത പോർഷൻ എല്ലാം നമ്മൾ RRBക്ക് വേണ്ടി സെപ്പറേറ്റ് പഠിച്ചെടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ RRB ഫോക്കസ് ചെയ്യുന്നവർ എന്തായാലും നോക്കിയിട്ട് കയറുക. ദെൻ അടുത്ത് നോക്കിക്കേ, ഇതിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സെലക്ട് ദ പെയർ ഇൻ വിച്ച് നമ്പേഴ്സ് ആർ സിമിലർലി റിലേറ്റഡ് ആസ് ഇൻ ദ ഗിവൺ പെയർ. ഇത് RRB NDPCക്ക് വേണ്ടി ചോദിച്ച ഒരു ചോദ്യമാണ്. ഷിഫ്റ്റ് 3യിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ ചോദ്യം കണ്ടപ്പോൾ 9:27. അപ്പം നിങ്ങൾ ഈ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ എല്ലായ്പ്പോഴും പറയും, നിങ്ങൾ സ്ക്വയർ, ക്യൂബ്, സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫാക്ട്സുകളുണ്ട് ഇതുമായിട്ട്. സ്ക്വയർ, ക്യൂബ് തുടങ്ങിയ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ഫെമിലിയറൈസ് ആവണം, എങ്കിലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 9:27, 9:27 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരത്തുള്ളൂ? നമുക്കറിയാം 3ന്റെ സ്ക്വയർ ആണ് ഒരെണ്ണം, അടുത്ത എന്താണ്? 3ന്റെ സ്ക്വയറും 3ന്റെ ക്യൂബുമാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് അല്ലേ? അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഏതെങ്കിലും സംഖ്യകൾ? 5,125 പറയാൻ പറ്റത്തില്ല. 5ന്റെ ക്യൂബാണ്, പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? ഇത് 5ന്റെ സ്ക്വയർ ആണോ ഇവിടെ എഴുതിയേക്കുന്നത്? അല്ല, ഇവിടെയും തെറ്റാണ്. 8,64, 4ന്റെ സ്ക്വയർ എന്താണ്? തെറ്റാണ്, അപ്പോൾ പറ്റത്തില്ല. 81,729 ഈ നമ്പർ നോക്കിക്കേ. ഈ നമ്പറിന് എന്താ പ്രത്യേകതയുള്ള? എന്തിൻ്റെ സ്ക്വയർ ആണ്? 9ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 81 9ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 81 × 9 729 അല്ലേ? അപ്പം ഞാൻ ആദ്യം പറയുന്നു, നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ സ്ക്വയർ എത്ര തൊട്ട് എത്ര വരെ? 1 തൊട്ട് 20 വരെ, 1 തൊട്ട് 20 വരെയുള്ള മിനിമം സ്ക്വയറും ക്യൂബും കാണാതെ പഠിക്കണം, എങ്കിലേ ഈ പരിപാടി നടക്കത്തുള്ളൂ. അടുത്ത് നോക്കിക്കേ, അടുത്തത് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗേഴ്സ് ഫിറ്റ് കറക്റ്റ്ലി ഇൻ ദ എബോ ബ്ലാങ്ക്സ് ഫ്രം ഫിഗേഴ്സ് ഗിവൺ ബിലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ട്രാൻസിഷൻ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു ട്രാൻസിഷനാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം ഈ ട്രാൻസിഷൻ എങ്ങനെയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, മുകളിലോട്ട് തന്ന ഒരു വസ്തു നേരെ താഴോട്ട് വന്നേക്കുന്നു. അപ്പം ഇതിനെന്താണ്? ഇതിന് എത്ര ആംഗിളാണ് ചേഞ്ച് വന്നേക്കുന്നത്? 180 ഡിഗ്രി ഇത് തിരിഞ്ഞിട്ടുണ്ട് അല്ലേ? 180 ഡിഗ്രി ഈ സംഭവം തിരിഞ്ഞു. ഇങ്ങനെ ഇരുന്ന ഒരു വസ്തു നേരെ താഴോട്ട് വന്നു അല്ലേ? 180 ഡിഗ്രി അതിന് ചരിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, ഇതിന് 180 ഡിഗ്രി ചരിവ് എങ്ങനെ സംഭവിച്ചാൽ അതിനെ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അതിനെ എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ടിരിക്കുന്ന ഒരു ഡയറക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിനെ നേരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. നേരെ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, നേരെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മൾ നോക്കിക്കേ, ആ വസ്തുവിനെ 180 ഡിഗ്രിയിലേക്ക് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. അപ്പോൾ ഈ റൊട്ടേഷനൊക്കെ നമുക്ക് ആദ്യം കറക്റ്റ്ലി പഠിക്കണം. തിയറി പാർട്ടിൽ ഇതെങ്ങനെയാണ് ഓരോന്നും തിരിയുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വലിയ കുഴപ്പമില്ലാതെ ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ക്ലാസ് ഒന്നുമല്ല എടുക്കുന്നത്. ഇതൊക്കെ തിയറി പറഞ്ഞ് 2, 3, 4, 5 പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇത് പഠിപ്പിച്ചു തരുന്ന ക്ലാസ്സുകൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലുണ്ട്. ഇനി നോക്കിക്കേ, അടുത്തത് ഒരു കോഡാണ് ചോദിച്ചേക്കുന്നത് നമ്മളോട്. സർട്ടൻ കോഡ്, പെയിൻറ് ഈസ് കോഡഡ് ആസ്. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ പെയിൻറ്, ഇവിടെ എന്താ ചോദിച്ചത്? 21563. ഇവിടെ ഈ കോഡ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇജോട്ടി എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ പഠിക്കണം കേട്ടോ. അതായത് ABCD മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കാനൊന്നും നമുക്ക് സമയമില്ല. ഇപ്പം E എന്ന് പറയുന്നത് 5 അടുത്തത് ഇവിടെ വരുന്നത് J ആയിരിക്കും, 10 15 20 25 ഇങ്ങനെ ആയിരിക്കും നമുക്ക്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ സംഖ്യകളിലേക്കൊക്കെ എത്തപ്പറ്റും. 24ാമത്തെ നമ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈയുടെ തൊട്ടുമുറയിൽ നിൽക്കുന്നത്. ഇജോട്ടി എന്ന് പറയുന്ന ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം കിട്ടും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇജോട്ടി ഒന്നും ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അല്ല, ഡയറക്റ്റ് തന്നെയാണ്. P2 പറഞ്ഞേക്കുന്നത് അല്ലേ? നോക്കിക്കേ, അടുത്തത് ഷോർട്ട്. ഷോർട്ട് എന്താണ്? 8503 അല്ലേ? ഇനി ആ തന്നിരിക്കുന്ന വാക്ക് ഇതിനകത്ത് 2ലും ഉണ്ടാവും. അടുത്ത ചോദിച്ചിരിക്കുന്ന ആൻസർ എന്താണ്? ടോസ്റ്റ് ആണ്. നോക്ക്, ടോസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്.
ഇവിടെയും ടി ഉണ്ട്. ഇവിടെ ടിയുടെ വാല്യൂ എത്രയാണ്? 3 എലിമിനേഷൻ ടെക്നിക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ 2 ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ആൻസർ 2 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 2 അങ്ങ് എടുത്ത് കളയായിരുന്നു. അത് പറ്റത്തില്ല. അടുത്തത് O ആണ്. ഓയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ 0 അപ്പോൾ ഇവിടെ 0 എഴുതി. അപ്പോൾ ഇത് എലിമിനേറ്റ് ചെയ്ത് പോയി. ഇനി അടുത്ത് നോക്കിക്കേ, ടോസ്റ്റിന്റെ അടുത്ത എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ 1 വന്നേക്കുന്നത് അല്ലേ? എയുടെ വാല്യൂ 1 വന്നേക്കുന്നത്. അപ്പോൾ ഇത് പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് 2 കൂടെ ഉള്ളൂ. അടുത്തത് നമുക്ക് ആൻസർ കിട്ടും. എസിന്റെ വാല്യൂ എത്രയാണ്? എസിന്റെ വാല്യൂ നോക്കിക്കേ, എസ് എന്ന് പറയുന്നത് 8. ഇനി അപ്പോൾ കാണേണ്ട ആൻസർ ഒന്നും ഇല്ല. ബാക്കിയൊക്കെ എലിമിനേറ്റ് ചെയ്ത് പോയി. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടി. അപ്പോൾ ഈ എലിമിനേഷൻ ടെക്നിക്ക് മാക്സിമം യൂസ് ചെയ്യണം. ട്രിക്കുകളായിരിക്കണം കൂടുതൽ വരേണ്ടത്. അല്ലാതെ നേരെ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഓഡ് 1 ഫ്രം ദ ഗിവ് ലിസ്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞു ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സ്ട്രീം, ബ്രിഡ്ജ്, കനാല്, റിവർ. പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഇതെല്ലാം എന്താ വെള്ളം പോകുന്നതാണെന്ന് തോന്നും. പക്ഷെ നോക്കിക്കേ, കനാല്, റിവർ, അതിൽ കൂടെ എന്തൊക്കെയാ വെള്ളം പോകും. പക്ഷെ ബ്രിഡ്ജിൽ കൂടെ വെള്ളം പോകുമോ? ഇല്ല, പോത്തില്ല. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓഡ് 1 നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ? അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചൂസ് ദ വൺ വിച്ച് ഈസ് ഓഡ് ഫ്രം ദ ഫോളോയിങ്. റുപ്പിയുണ്ട്, ദിനാറുണ്ട്, ലിറയുണ്ട്, കോയിനുണ്ട്. അപ്പം നമുക്കറിയാം ഓരോന്നിൻ്റെ കറൻസികളാണ്. ഇന്ത്യയുടെയാണ് റുപ്പി, നമുക്ക് ചിഹ്നം ഓർമ്മയുണ്ട്. ദിനാറും നമ്മൾ കേട്ടിട്ടുണ്ട്. ലിറ നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്? ടർക്കി ഉണ്ട്, ലെബനോൺസ് ഉണ്ട്, സിറിയ ഉണ്ട്. ഈ രാജ്യങ്ങളൊക്കെ നമ്മൾ ലിറ കേട്ടിട്ടുണ്ട്. കോയിൻ ആണോ? അല്ല. കോയിൻ നമ്മളൊരു കറൻസി ആണോ? ഒരു ഒഫീഷ്യൽ കറൻസി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എവിടെ എന്താണ് നമ്മൾ കളയേണ്ടത്? കോയിനാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് മാത്രമാണ്. മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും RRB NTPC എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വലിയ കാര്യങ്ങളൊന്നുമല്ല. ഒരു ബ്ലൂ മൂൺ, അയ്യോ ഇതാർക്കും കിട്ടത്തില്ല, ഇങ്ങനൊന്നുമില്ല. നമുക്കെല്ലാവർക്കും സാധാരണക്കാർക്കും പറ്റുന്ന ഒരു എക്സാമാണ് RRB എക്സാം. അപ്പം RRB എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ താഴെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ടൈം ടേബിളൊക്കെ വെച്ച് എക്സാംസ് ഒക്കെ എഴുതി നിങ്ങളുടെ മെൻറ്ററിനോടൊപ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. CCയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സ് മേടിച്ച് വെച്ച് തന്നെ പഠിക്കുക. എന്നിട്ട് ഉറപ്പോടെ പറയുക നമുക്കൊരു റെയിൽവേ ഉദ്യോഗസ്ഥനാകാൻ പറ്റുമെന്നുള്ളത്. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.